ഇന്നെന്നാ വിശേഷം? എന്റെ പിറന്നാളാ. ആഹാ. ഹലോ ആൻമരിയ. ഹായ് കിച്ചു. അതെ, നാളെ ഫ്രീ ആണോ? അതെ, നാളെയും ഫ്രീ ആണ്. ഓക്കെ, എന്താന്നറിയോ, നാളെ എനിക്കൊരു ഫിലിമിന്റെ ഓഡിഷൻ ഉണ്ട്. ആണോ? ഓൾ ദ ബെസ്റ്റ്. തകർക്കണം കേട്ടോ. താങ്ക് യു. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, എന്റെ വീട്ടിൽ ഇൻട്രസ്റ്റ് ഇല്ല. സോ കിച്ചുവിന് എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? അതിനൊന്നും ഞാൻ വരാലോ. എനിക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും പരിചയമില്ല, അതാ. എനിക്ക് എല്ലാ സ്ഥലം അറിയാന്നേ. ഞാൻ വരാം. താങ്ക് യു. താങ്ക് യു. ശരി കിച്ചു, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ, പറ. യു പോട്ട് ബെല്ലിയേഡ് ബ്ലത്തറിങ് ഇഡിയോട്ട്. എന്റെ പൊന്ന് സഹോ, ഇതിന്റെ കറുത്തറിയണമെങ്കിൽ വല്ല രഞ്ജിനി ദാസിനോട് ചോദിക്കണം. എടാ, ഈ സൈബർ സെൽ എന്നൊക്കെ പറഞ്ഞ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നല്ലോ. ആ, അതത് തന്നെയാ. ഹലോ, നന്നായുള്ളൂ. എവിടെയാ അവള്? കാണാനില്ലല്ലോ. എന്നാ പോക്കട കണക്കെ പോണേ. എടാ ദാസ, ഏതാ അലവലാതി? അതാ ജോർജേട്ടന്റെ മോനെ. ഇന്നവന്റെ ശവടക്കിന് വേണ്ടി വരുമല്ലോ. ഏത് ജോർജേട്ടൻ? ആ സെമിത്തേരുടെ അടുത്ത് വീടുള്ള. ആ, സെമിത്തേരി അടുത്തുണ്ടെന്നുള്ള അഹങ്കാരാ ചെറുക്കന്. എടാ, നീ പോവാൻ നോക്ക്. സഹോ, നീ ഇങ്ങടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു. പിന്നെ എന്നിട്ട് വേണം ഞാൻ കട്ട പോസ്റ്റ് ആകാൻ. എടാ, ഒരാണും പെണ്ണും തമ്മിൽ പ്രേമത്തിലാകാൻ ഇതുപോലൊരു യാത്ര ബെസ്റ്റാ. ആഹാ, എന്നാ പോവാൻ വണ്ടി കാശാ. ആര്? ഞാനാ? ആ, എവിടെ നിന്ന് എടുത്ത് വരാൻ? എടാ, നിന്റെ കൂടെ തേരാപ്പാര ഓടണല്ലത് ഈ ഓട്ടം പോയിട്ട് എത്ര കാലം എന്നറിയാമോ? ഒരു 100 നോട്ടുണ്ട് കാലം മറന്നു. ചേട്ടാ, ഒരു 1000 രൂപ ചേഞ്ച് തരൂ. എന്നെ കണ്ട 1000 രൂപയൊക്കെ കയ്യിലുള്ള ആളാണെന്ന് തോന്നി. അയ്യേ, ഓട്ടോയുടെ പേര് പണക്കാരൻ, ഡ്രൈവർ പിച്ചക്കാരൻ. ഹായ്. ഹായ്, ഇതാണ് ദാസപ്പൻ. ബിപിൻ ദാസ്. എനിക്കറിയാം, ഐ നോ. അതിപ്പോ എന്തായാലും അന്നെ ഞാൻ സമ്മതിച്ചിരിക്കണ്. എന്റെ നമ്പറൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യ. എങ്ങനെ ഒപ്പിച്ചു? അത് ഞങ്ങൾ വന്ന ദിവസം തന്നെ താഴത്തെ വീട്ടിൽ ആന്റി തന്നാ. ഈ ഏരിയയിലെ പെമ്പിള്ളാരെയൊക്കെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നതിന്റെ നമ്പറാ. സേവ് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു. അയ്യോ, ദാസപ്പൻ മാത്രല്ല കേട്ടോ, പിന്നൊരു വിജയൻ. അതാരത്? എൻജോയ് എൻജോയ്. അപ്പൊ ഹാപ്പി ജേണിയെ. ആൻഡ് ഓൾ ദി താങ്ക് യു. കിച്ചു ഇവിടെ ഇരിക്കാൻ സീറ്റിലല്ലോ. നമ്മുടെ ഡിസിഷൻ ഒക്കെ വളരെ ബ്രില്യന്റ് ആയിരുന്നു. യെസ്, കറക്റ്റ്. ദേ, ആ ബസ് ആദ്യം പോണത്. വാ, നമുക്ക് അതിൽ കയറാം. വേഗം. അമ്മനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ പൊട്ടന്മാരാ വിദ്യകളാന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി. എന്തായാലും ഐഡിയ വർക്കൗട്ടായി. നല്ല ഫോട്ടോ അല്ലേ? ആ, കിച്ചുവിന് ഇഷ്ടപ്പെട്ട നടി ഏതാ? മോനിഷനെ ഭയങ്കര ഇഷ്ടാ. മോനിഷ ഇഷ്ടപ്പെടാൻ എന്താ കാര്യം? മോനിഷയ്ക്ക് എൻ്റെ അമ്മയുടെ ഒരു ചായ ഉണ്ട്, ഒരുപാട് ഇഷ്ടാ. എന്താ ഇങ്ങനെ നോക്കുന്നേ? പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെ പോലൊരു ആഭാസന്റെ മുമ്പിൽ ചിലങ്കിയിട്ട് ആടിയപ്പോൾ കളങ്കപ്പെട്ടത് ദേവദത്തമായൊരു കലയാണ്. എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്കിയിടാനുള്ള യോഗ്യതയില്ല. ഉള്ളിലൊരു1000 മുള്ളു കുത്തിയിറങ്ങുന്ന എന്റെ വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഇതാ. ഞാനിതിവിടെ ഉപേക്ഷിക്കുന്നു എന്നേക്കുമായി. ഞാൻ എന്നിട്ട് പെർഫോം ചെയ്താ പിന്നെ അവർ ചുമ്മാ ഓരോ കുറ്റം ഉണ്ടാക്കി പറയാ. ഇതൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കല്ലേ, ഫേക്ക് ഓഡിഷൻ. വെറുതെ മനുഷ്യനെ കളിപ്പിക്കാൻ. ഒത്ത കള്ളന്മാരാ.
ആ താടി മുടി വളർത്തതിനൊക്കെ ആരാന്ന വിചാരം? പക്ഷെ കിച്ചന്റെ പെർഫോമൻസ് ഒന്ന് കാണണമായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ഞാനും കണ്ടായിരുന്നു. ആക്ച്വലി എന്റെ തൊണ്ടയ്ക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അവര് ചെയ്യാൻ പറഞ്ഞപ്പോ ഇത്തിരി നെർവസ് ആയി പോയി. അതിനിടയിൽ അയാള് എന്നാലും ഞാൻ അഭിനയിക്കാൻ അറിയാൻ പാടില്ല അല്ലേ? എല്ലാം അറിയാൻ പോലെ ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലേ? അയ്യോ, സങ്കടാവാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. ആദ്യമൊക്കെ ആവുമ്പോ എല്ലാരും ഇങ്ങനെ തന്നെയാ. സാരമില്ല, അതൊക്കെ ശരിയായിക്കോളൂ. ശരി. അതേ, എന്നായാലും പ്രിയദർശൻ സാറോടൊക്കെ തന്നെ പരിചയപ്പെടുത്താത്ത എന്റെ ഭാഗ്യം. ആക്ച്വലി എന്റെ പപ്പ നാട്ടിലുള്ളപ്പോഴാണ് ഞാൻ ഇതിനു മുമ്പ് ഇത്രയധികം ചിരിച്ചിട്ടുള്ളത്. കുറെ നാളുകൂടി എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടിയ ദിവസമാണ്. അപ്പൊ എന്നെ അച്ഛനായിട്ടാണ് കാണണേ. എനിവേ താങ്ക്സ്. ശരിക്കും ഞാൻ എന്റെ ബസ് കാശ് എടുത്തതിനും ഫിഷ് ബിരിയാണി മേടിച്ചതിനൊക്കെ ഞാനല്ല താങ്ക്സ് പറയണ്ടേ. എന്നായാലും സോറി കേട്ടോ. സോറിയോ? അല്ല, അഭിനയിക്കാൻ അറിയില്ല ഞാൻ പറഞ്ഞപ്പോ വിഷമായി എന്ന് എനിക്ക് മനസ്സിലായി. സോറി. വിഷമായി, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ജെന്യുവൻ. എല്ലാരും എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി കൊള്ളാന്നേ പറയാറുള്ളൂ. കിച്ചുവിന്റെ ഇന്നസെൻസ് കൊണ്ട് കിച്ചു ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കിച്ചുവിനോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. ശരിക്കും? ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കിച്ചു, ഐ റിയലി ലൈക്ക് യു. ഓ, 24-ാം തീയതി മുതല് സമയം അങ്ങോട്ട് തെളിയല്ലേ? ഞങ്ങൾക്കൊക്കെ ഒരു ചെലവ് ചെയ്തിട്ട് വേണം കേട്ടോ തുടങ്ങാൻ. അതാണ് അതിന്റെ ഒരു കുരുത്തം. അതൊക്കെ നമുക്ക് ചെയ്യാന്നേ. കുറച്ചുകൂടി ഒന്ന് സൈസ് ആകണം, എന്നാലേ നായകനായിട്ട് ഇങ്ങനെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുള്ളൂ. നാളെ പോലെ ജിമ്മിൽ പോണ്ട്. ആഹാ. ആ, ക്ലോസ് ചെയ്തൊക്കെ. കിച്ചു, നിന്റെ അഭിനയൊക്കെ സിനിമയിൽ മതി. വർക്കൗട്ട് ചെയ്യുമ്പോഴേ അഭിനയിക്കണ്ട. കൊണ്ടാ ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ ജിമ്മിലെ ആശാന്മാരിൽ 99% മണ്ടന്മാരാണ്. അപ്പോഴും 1% നല്ല ബുദ്ധിയുള്ളവരാ. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാ. അതുകൊണ്ട് എന്റെ അടുത്ത് വേഷം കെട്ട് വേണ്ട, പോയി വെയിറ്റഡ്. ആശാന്റെ കഴിക്കാൻ പറ്റിയതാ. ഇത് ചില്ല് ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഡിസ്പോസൽ ഗ്ലാസ് എന്ന് വിചാരിച്ച് ഞെരിച്ച് കളഞ്ഞതാ. കീറിപ്പോയി. അപ്പൊ 100%? യെസ് യെസ്. ഇത്ര ഉള്ളോ? സാറിനെ പറ്റി ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ വില കൂടിയതാ. എന്തോ? കിച്ചു, ഇവിടെ നല്ല പാർട്ടി വേസ് ഉണ്ട്, ഇങ്ങ് വാ. ഇവിടെ നിന്നൊക്കെ ഒരു ഷർട്ട് എടുക്കണ കാശുണ്ടെങ്കിൽ ഫുട്പാത്തിൽ നിന്ന് 3 ഷർട്ട് എടുക്കാം. കിച്ചു, ഒരു ബ്രാൻഡഡ് ഷർട്ട് ഇട്ടാലേ നല്ല കോൺഫിഡൻസ് കിട്ടും. അങ്ങ് എടുക്ക്, ഷൂട്ട് തുടങ്ങാൻ പോവല്ലേ. എടുക്കാല്ലേ? ഏതായി പാർട്ടി വെയറൊക്കെ? പാർട്ടി വെയർ അല്ലേ? ഇതെങ്ങനെയുണ്ട്? ഇത് കിച്ചുന് വേണ്ട, മാച്ച് ആവില്ല. എവിടെ? ഇത് സാറിന് ചേരില്ല സാറേ. സാറ് ബ്ലാക്ക് ആയതുകൊണ്ടാണേ. ഈ ബ്ലാക്കും തമ്മിൽ ചേരാറില്ല. സാറ് വെളുത്തായിരുന്നില്ലേ കറക്റ്റ് ആയിരുന്നെ. നിങ്ങൾ നോക്കി, ഇതെങ്ങനെയുണ്ട്? 130 ഉള്ളൂ. ഇതിൽ കുറഞ്ഞില്ലേ സാറേ? Maria. What a surprise! Been long time. Yes. Yeah. It's almost 6 years, right? Yeah, it's been 6 years, hey. Where were you then? अरे कोर्स पूरा करके मैं ऑस्ट्रेलिया चला गया. अभी वहाँ सेटल्ड है. अरे वाह, क्या बात है. थोड़ा सा मोटा हो गया तू. अरे, but I'm still 6-pack में. Yes, of course. Yeah. Oh, sorry. Meet my friend Kichu. ഇങ്ങ് വന്നേ. കിച്ചു, ഇത് അമിത്. കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. Oh, hi man. You okay?
Ahmed, give me your number. Yeah, take it I'll down. call you later. 701-263-7639. See, Ahmed, I've stored your number, okay? Yeah? Okay. See you then. Bye. Bye. See ya. അതാരാന്ന് പറഞ്ഞേ? ബാംഗ്ലൂർ പഠിക്കുമ്പോൾ എൻ്റെ സൂപ്പർ സീനിയർ ആയിരുന്നു, കോളേജിലെ ഹീറോ. ആൻഡ് യു നോ സംതിങ്, എനിക്ക് വലിയ ആരാധനയും ഇഷ്ടമൊക്കെ ആയിരുന്നു. എവിടെ തീ പിടിച്ചിട്ടുണ്ട്? ഫയർ എഞ്ചിനൊക്കെ പോകണ്ടല്ലോ. ഈ ഇഷ്ടമെന്ന് പറയുമ്പോ ചുമ്മാ ഒരു ഇൻഫാക്ച്വേഷൻ. കോളേജ് കഴിഞ്ഞ പിന്നെ അവൻ എന്നെ വിളിച്ചിട്ട് പോലും ഇല്ല. അവൻ ലൈൻ അടിച്ച ഒരുപാട് പേരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. അന്ന് കുറെ വിഷമിച്ചാ ഞാൻ. അല്ലേലും ഈ ചോക്ലേറ്റ് ലുക്കിലും കളറിലും ഹൈറ്റിലും ഒന്നും അല്ലല്ലോ കാര്യം, ക്യാരക്ടർ അല്ലേ പ്രധാനം. വാ, നമുക്കൊരു ഷർട്ട് എടുക്കാം. അവസാനം കിട്ടി. സാറേ, ഇത് സാറിന് കറക്റ്റ് മാച്ച് ആയിരിക്കും. ഇത് കണ്ട എങ്ങനെയുണ്ട്? 100 രൂപ മാറി. നിന്നെ ഏതോ ഒരുത്തി ഡെയിലി വിളിച്ച് തെറി പറയണേന് ഞാൻ എന്നെ ചെയ്യാനേ. അത് കുഴപ്പമില്ല. സഹോ ഇതും കൂടി പറഞ്ഞ സഹോ. എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തോണ്ടല്ലേ നിന്നോട് നിങ്ങള്. ഇനി അവളെ ഏതാന്ന് പറയാണ്ട് അർത്ഥം പറയണ പ്രസ്ഥാനമില്ല. എന്താ സഹോ ഇത്? ലാസ്റ്റാന്ന് ഞാൻ ഈ പരിപാടി നിർത്തേണ്. പ്ലീസ് ഒന്ന് പറ. ആ പറ. ഇഫ് യു ആർ പുള്ളിങ് മീ ദിസ് മച്ച് നീ എന്നെ ഇങ്ങനെ വലിച്ചഴിച്ചാല് ടു യുവർ ലവ്, നിന്റെ സ്നേഹത്തിലേക്ക് ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. എനിക്ക് പിന്നെ വേറെ വഴിയില്ല. ബട്ട് ഐ ലവ് യു ബാക്ക്. പക്ഷെ ഞാനും തിരിച്ച് സ്നേഹിക്കാണ്ട് പറ്റൂല. എന്ന് വെച്ചാ എന്താടാ? എന്ന് വെച്ചാ നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഞാനും സ്നേഹിക്കാണ്ട് പറ്റൂല്ലോന്ന്. അത്രയുള്ള എടാ ദാസപ്പ, അവക്ക് നിന്നെ ഇഷ്ടാന്ന്. എടാ ദുഷ്ട, ഇനിയെങ്കിലും ഒന്ന് പറയുന്നത് ഏത് കൊച്ചാന്ന്. എടാ ഒന്ന് പറയടാ പ്ലീസ്. എടാ ടിവിയിൽ ലവ് ബേർഡ്സ് പരിപാടി അവതരിപ്പിക്കണ പെണ്ണില്ലേ, തമ്പു വിൽസൺ, അവളാണ്. നീ നാനേല് ഫോട്ടോ കാണിച്ചെന്നില്ലേ ആ പെൺകൊച്ചി. എടാ എടാ ദാസപ്പ, നീ ഒരു സംഭവമാ. നീ സെറ്റപ്പാ. നീ മഹാനാ. ഏറെക്കുറെ. ഇന്നല്ലേ ഷൂട്ടിംഗ് തുടങ്ങുന്നത്? ആ ആ ബെസ്റ്റ് ഓഫ് ലക്ക്. ആ താങ്ക് യു. ഇന്നാ എന്നാ ടവലോ? ഇന്നിന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയല്ലേ? ആ അഭിവാദ്യങ്ങൾ മോനെ. നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. ചേട്ടാ, ഒരാള് രക്ഷപ്പെടാൻ പോണെന്ന് അറിയുമ്പോ അതുവരെ അവനെ കുറ്റം പറഞ്ഞോണ്ടിരുന്ന നാട്ടുകാരൊക്കെ സ്ഥിരം പറഞ്ഞ ഡയലോഗ് ഇത്. അത് ചേട്ടനെ എനിക്കിട്ട് അച്ഛനിങ്ങ പോരെ. കഞ്ഞിയായില്ലടി, ഇതിൽ കൂടുതൽ എന്നാ കഞ്ഞിയാവാനാ? ഫോൺ എടുക്കാതെ പോവാം. അടിപൊളിയായിട്ടുണ്ടല്ലോടാ. നീ തന്നെ കാര്യങ്ങൾ പറഞ്ഞല്ല. ആണോ? വാ കേറ്. വേഗം പോയ. ഏയ് ഇങ്ങോട്ട് കയറണ്ട. ബാക്കിൽ നിന്നാ ഞാൻ ഓടിച്ചോളാം. എടാ ചെലപ്പോ ഞാൻ ഈ ആന്റണി പെരുമ്പാവൂർ സാറിന്റെ ഒക്കെ ലെവലിലേക്ക് വന്നല്ല. നീ കേറി. ഓ ഇൻഡോ സൽഫാൻ പുറകെ വിളിച്ച് നാശം. നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ.
ഇതിനുള്ള മറുപടി ഞാൻ ചന്ദ്രൻചേട്ടയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി മേടിച്ചോട്ടോ. അല്ല അത് അത് കിടുക്കി തിമിർത്തു കലക്കി കേറി പോണ്ടോ? ആരാണോ ഇയാളുടെ അച്ഛനാക്കി? ഹലോ. അയ്യോ അറിയാതെ മിസ് കോൾ അടിച്ചതാ. ഇനി അടിക്കുകയല്ല. സത്യം. ആൻമരി എന്താണോ ഫോൺ എടുക്കാത്ത? എടാ അവള് പള്ളി പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും. ഇന്നിന്റെ പടം തുടങ്ങണല്ലേ? ഇത് കടവിൽ ഡാൻസ് ആണ് വിളിക്കുന്നത്. എന്താ ഡാൻസ് ആണോ? അയ്യോ നീ അവന്റെ കൂടെ തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ ആ ചെറുക്കൻ വല്ല കടുങ്ങയും കാണിക്കും. ഞാൻ വണ്ടി ഓടിക്കണ വെച്ച് വിളിക്കാം. എന്നാടാ? ആ ബിനീഷിന്റെ പെണ്ണില്ലേ, അവള് കൽപ്പണിക്കാരിയായിരുന്നു. എടാ അവളവനെ തേച്ചിട്ട് പോയിന്ന്. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യണല്ലേ? അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ശരിക്കും ഗ്ലാമർ ലോമാരെ കാണാൻ നേരത്തുണ്ടല്ലോ ഒരു കുത്തിമറയലുണ്ട്. പ്ലേറ്റ് വരക്കോളക്കാം. നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഞാൻ ആ സൈചേട്ടനൊന്ന് വിളിക്കട്ടെ. കിട്ടണല്ലേ? സൈചേട്ടായി, എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് എൻ്റെ ജീവിതത്തില്. നീ ഇന്ന് കഥ പറയാതെ വേഗം ലൊക്കേഷനിലോട്ട് വാ. നീ നിന്റെ കൂട്ടുകാരന്റെ വണ്ടിക്ക് വരാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ പിന്നെ വണ്ടി വിടായിരുന്നു. ഞാൻ വന്നോണ്ടിരിക്കാണ്. ആ ശരി വേം വാ. അത് നീ ഫോൺ കിട്ടിയല്ലേ? ഇവിടെ നമ്മുടെ അരുൺ കോമന്റെ ഷൂട്ട് അവിടെ നടപ്പുണ്ട്. എനിക്കറിയാം. ഞാൻ സാറിനെ കാണാൻ വേണ്ടി ഒരു ദിവസം അവിടെ പോയായിരുന്നു. അപ്പൊ നായികയുടെ കൂടെ ഇരിക്കാനേ 2 പെൺപിള്ളേരെ വേണം. അപ്പൊ നിന്റെ കെയർ ഓഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കാരണം ഇനിയിപ്പോ അവരെ എറണാകുളത്ത് നിന്ന് വിളിച്ചു വരുത്താന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാ. സൈചേട്ടായി എന്നോട് ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അത് ഞാൻ ഏറ്റു. ഓക്കെ എന്നാ വേം വാ. ഓക്കെ. എടാ ആരെ വിടും? എന്താടാ? നമ്മളന്ന് അടിമാലിയിൽ ഒരു ലൊക്കേഷനിൽ പോയില്ലേ? ആ പടത്തിൽ അഭിനയിക്കാൻ അർജന്റായിട്ട് 2 പെൺപിള്ളേർ വേണം. പക്ഷെ ഇപ്പൊ ആരാ? ഈ സൈചേട്ടൻ എന്നോട് അറേഞ്ച് ചെയ്യാന്ന് വെച്ചപ്പോ ഞാൻ കയറി ഏക്കുകയും ചെയ്തു. ഇത് അങ്ങനത്തെ റോളൊന്നുമല്ല. പിന്നെ വെറുതെ ഈ നായയുടെ പുറയിലെങ്ങാണ്ട് പോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവമുള്ളൂ. നീ വേറൊരു പേര് പറഞ്ഞേ. നീ വിളിച്ചവനൊരാളുണ്ട്. ആര്? കനി. കനിയോ? നിനക്ക് എന്തിയേ? അവൾ ഇന്നുവരെ ഒരു ഷൂട്ടിംഗ് പോലും കാണാത്ത ആളാ. നീ വിളിച്ചു നോക്കി സഹോ, നിന്റെ കാര്യം അവള് വരും ഉറപ്പായിട്ടോ. Hey. अरे क्या है यार? So sorry for making it late. Wow, nice shirt. Is it? Thank you. And you're looking so hot today, huh? Oh God, thank you. Yeah. So and കിച്ചു എന്നെ ഫോൺ എടുക്കാത്തെ? വിളിച്ചായിരുന്നോ? അയ്യോ ഫോൺ ബാഗിലാ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇവൻ വിളിച്ചപ്പോ മാത്രം നീ അറിഞ്ഞൂല്ലേ? വാട്ട്? ഇവനിടുമ്പോ ഈ ഷർട്ട് നല്ലതാ അല്ലേ? മാച്ചാ, ഓസം. അയ്യോ കിച്ചു, അതിന് ഞാനല്ലേ. നിന്റെ ഭാഗത്ത് നോക്കുമ്പോ കറക്റ്റാ. ഞാൻ നിനക്ക് ചേരൂല. എനിക്ക് കളറില്ല, ഗ്ലാമറില്ല, കാശില്ല, ഒന്നുമില്ല. ഇവൻ കറക്റ്റാ, അടിപൊളിയാ. ये क्या बोल रहा है? നീ മിണ്ടാതിരാ. എടി നീ തന്നെയല്ലേ പറഞ്ഞ ഫ്ലേർട്ടാണ്, വൃത്തിയായിട്ടാണെന്നൊക്കെ. കിച്ചു പതുക്കെ. അല്ലെങ്കിൽ ഇപ്പൊ പിള്ളേരൊക്കെ എങ്ങനെയാ? ജീവനുമില്ല സ്നേഹിക്കുന്ന ചെക്കന്മാരുണ്ടാവും. എന്നിട്ട് അവരെയൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഉടായ്പന്മാരെ കാണുമ്പോ അവരുടെ പുറകെ പോക്കോളും. പിന്നെ എന്തിനാടി പ്രേമാന്ന് പറഞ്ഞ എന്റെ പുറകെ കിടന്നത്? എക്സ്ക്യൂസ് മീ, വാട്ട് യു മീൻ? ഞാൻ എപ്പോഴെങ്കിലും തന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓ ഗോഡ്, ഒന്ന് ചിരിച്ച് സംസാരിച്ച അപ്പൊ തന്നെ പ്രേമാന്ന് വിചാരിച്ചോളൂ. കൾച്ചറലിസ്റ്റ് ഫെലോ. ആൻഡ് യു നോ സംതിങ്, എന്റെ ഔദാര്യം എന്ന് കൂട്ടിക്കോളൂ, നിന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും. Hey, what's happening here? नथिंग यार, ये पागल बोल रही है कि मैंने उसे धोखा दिया. Hey हीरो, अपने आप को क्या समझता है तू? हाँ, ऋतिक रोशन है क्या? अबे चल. अमित प्लीज, ഒന്ന് പോയി തരൂ. चौकर साला. കിച്ചു,
മുഖത്തൊരു സന്തോഷമില്ലാത്ത എന്ത് പറ്റി? സന്തോഷമില്ലെന്നാരാ പറഞ്ഞേ? സന്തോഷത്തിന് കുറവൊന്നുമില്ല. ഞാൻ നിന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ, എന്തോ ഒരു വിഷമമുണ്ട്. സിനിമയിൽ വന്നിട്ടേ ആദ്യമായിട്ടാ ഡള്ളാവാത്തൊരു ഡ്രസ്സ് എനിക്ക് കിട്ടണേ. കൊള്ളാവോ? പിന്നെ നന്നായിട്ടുണ്ടാ. ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ സാർ, എന്നെ ഒന്ന് വിശ്വസിക്കും. താൻ എന്തേറ്റുമെന്നാ പറയുന്നേ? ഇതിന് പണം മുടക്കുന്ന ഞാനാ, താനല്ല. ഈ അവസാന നിമിഷം ഇതൊന്നും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് സാർ? ഇതൊക്കെ നേരത്തെ പറയേണ്ടത്. തന്റെ പൈസ കൊണ്ട് താൻ മുടക്കണോ? എനിക്ക് തൽക്കാലം സൗകര്യമില്ല. അത് സാർ, സാറേ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട്. എനിക്കൊരു ചുക്കും ആലോചിക്കാനില്ല, താൻ തന്നെ പണി നോക്ക്. കിച്ചു സാറൊന്ന് ചെല്ലാൻ പറഞ്ഞു. ആ സാറേ. ആ പൊയ്ക്കോ. ആ കിച്ചു, ഒരു പ്രശ്നമുണ്ടോ? നമ്മുടെ പടം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എന്തായാലും ചെയ്യാൻ പറ്റില്ല. കിച്ചുവിനെ നായകനാക്കി ഈ സിനിമ ചെയ്യാൻ ഞാൻ 100% കോൺഫിഡന്റ്. ആ പടം തിയേറ്ററിൽ ഓടുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. പ്രൊഡ്യൂസർ പുതിയൊരാളാ. ഇതേ കാരണം പറഞ്ഞിട്ടാണ് ആദ്യത്തെ ആൾ മാറിയത്, തനിക്കറിയാലോ. ഇപ്പൊ അയാളോടും ഈ സാറ്റലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ആരോ പിരികേറ്റ് വെച്ചിരിക്കുക. സിനിമ ഒരാളുടെ മാത്രം ജീവിതം അല്ലല്ലോ, ഒരുപാട് പേരുടെ ജീവിത പ്രശ്നം. ഇപ്പൊ ഞാനൊരു നോ പറഞ്ഞ ഈ സിനിമ ഇവിടെ വെച്ച് നിൽക്കും. അതിലും നല്ലത് കിച്ചു ഒന്ന് കിച്ചു, താനെന്തെങ്കിലും നായകവേഷം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. വേറെന്തെങ്കിലും ഒരു ചെറിയ വേഷം നമുക്ക് നോക്കാം. കിച്ചു ഇടം നിനക്കറിയാം, സിനിമയാണ്. പക്ഷെ എനിക്കിതെന്റെ ജീവിതമായിരുന്നു ചേട്ടായി. തോന്നിയാസം കാണിച്ചാലും നിനക്ക് സഹിക്കാൻ പറ്റായിരിക്കും. ആ കഴിവേറുന്ന മോനെ കൈ കിട്ടിയ എന്റെ മോളെ കൂട്ടിക്കൊണ്ട് തല്ലടാ. നിന്റെ മോന് ചാൻസ് എന്താ കേട്ടത്? നായിന്റെ മോനെ, നീ അഭിനയിക്കുന്ന എന്താണല്ല എന്റെ വീടിന്റെ പടി ചവിട്ടിയോ നിന്റെ കാര്യം കഴിയും വെച്ചെടുക്കുന്ന അബദ്ധം പറ്റിയതല്ലേ, വിട്ടുകളാ. ഇപ്രാവശ്യത്തെ അവനോട് ക്ഷമിക്കേ. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ മറക്കൂല. എന്നാടാ എടാ, ലൊക്കേഷനിൽ വെച്ചെത്തും കനീനോട് മോശമായിട്ട് പെരുമാറി. അമ്മനെമങ്ങളും തിരിച്ചറിയാൻ വല്ലാത്തൊരു പന്നി. കൂട്ടിക്കൊടുക്കാൻ നടക്കുന്നോടാ മാറി. നീ ജനിച്ച അന്ന് മുതൽ ഈ നാട്ടുകാരുടെ മുമ്പിൽ തലകുമ്പിട്ട് നിൽക്കാനായിരുന്നടാ എന്റെ വിധി. നിങ്ങൾക്കറിയോ, ഒരു നോട്ടം കൊണ്ടുപോലും എന്റെ ഒരു വിഷമവും ഞാൻ അവൻ അറിയിച്ചിട്ടില്ല. എന്റെ ഒരാഗ്രഹവും സാധിച്ചു തരാൻ നിന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. എന്നെങ്കിലും ഒരു ദിവസം ഈ നാട്ടുകാരുടെ മുമ്പിൽ ജയിച്ചു കാണിക്കുമെന്ന് വിചാരിച്ചടാ ഞാൻ. അതും നടന്നില്ല. നന്നാവില്ലടാ, ഒരു കാലത്തും നന്നാവില്ലടാ. നീ എങ്ങനെ നന്നാവും? പിറന്നു തന്നെ സ്വന്തം അമ്മയുടെ ജീവൻ എടുത്തോണ്ട ആർക്കും ഒരു പ്രയോജനമില്ലാത്ത ശവം. പോയിക്കോ, ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. പോ, എവിടെയെങ്കിലും പോയി ചാവടാ.